നമസ്കാരം, എൻ്റെ പേര് അശ്വതി. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഗൾഫിൽ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് നമ്മൾ നാട്ടിലേക്ക് ഈ ഒരു കൊറോണ കാലത്ത് ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഓൾറെഡി മെസ്സേജ് അയച്ചായാലും കോൾ ചെയ്തായാലും ഫേസ്ബുക്കിലായാലും സോഷ്യൽ മീഡിയാസിലൊക്കെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു, ഇതിനെക്കുറിച്ചൊന്ന് ഒരു പോസ്റ്റ് ഇടാവോ, സംസാരിക്കാവോ എന്നൊക്കെ. അപ്പം ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ മസ്കറ്റ് കൊച്ചി ഫ്ലൈറ്റിനായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയിട്ട് ഒരു ത്രീ ഡേയ്സായി. ഞാൻ ഹോം ക്വാറന്റൈനിലാണ്. അപ്പം ഞാൻ അവിടുന്ന് ട്രാവൽ ചെയ്ത സമയത്ത് എനിക്ക് 1 ഡേ മുൻപായിരുന്നു കോൾ വന്നത് എംബസിയിൽ നിന്ന്. ഇങ്ങനെ നിങ്ങൾ ട്രാവലിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് എത്രയും പെട്ടെന്ന് വരിക, പേയ്മെൻറ്റ് ചെയ്തിട്ട് പോവുക എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് പോയി പേയ്മെൻ്റ് എല്ലാം കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി. നെക്സ്റ്റ് ഞാൻ ഓൾറെഡി പാക്കിംഗ് എല്ലാം കഴിഞ്ഞിരുന്നു. കാരണം ഞാൻ കേട്ട് വെച്ചിരുന്ന കാര്യം നമുക്ക് 1 or 2 ഡേയ്സ് മുൻപാണ് കോൾ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എല്ലാം റെഡിയായി ഇരിക്കണം എന്നായിരുന്നു ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഞാൻ ഓൾറെഡി പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാക്കിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ക്യാരി ചെയ്താൽ മതി. കാരണം ഇപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാത്തിനൊന്നും എപ്പോഴും ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ഒന്നും കോ പാസഞ്ചേഴ്സ് ആയാലും ആരെയും നമുക്കങ്ങനെ പറയാൻ പറ്റിയെന്ന് വരത്തില്ല. എയർപോർട്ടിൽ നമുക്ക് അതിനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോദിക്കാനും ചെയ്യാനും ചിലപ്പോൾ അവർക്ക് മടി കാണുമായിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മസ്കറ്റ് എയർപോർട്ടിൽ ഹസ്ബൻഡിനെ കയറി വരാമായിരുന്നു, ചെക്കിൻ വരെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹസ്ബൻഡ് തന്നെ ഹെൽപ്പ് എല്ലാം ചെയ്തു തന്നു. അപ്പം നമ്മൾ എയർപോർട്ടിൽ കയറുന്നേക്കാളും മുമ്പ് നമ്മൾ ആ ഫസ്റ്റ് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ നമുക്കൊരു 3 ലൈനായിട്ടായിരുന്നു നമ്മൾ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കയറുന്നതിനേക്കാളും മുൻപ് നമ്മൾ അകത്തേക്ക് കയറുന്നതിനേക്കാളും മുൻപ് നമുക്ക് തേർമൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. തേർമൽ സ്ക്രീനിങ് എല്ലാവരെയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു 10 പേരെ വെച്ചായിരുന്നു അകത്തേക്ക് ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ തേർമൽ സ്കാനിങ് കഴിഞ്ഞു, നമ്മൾ അകത്തെത്തി, ചെക്ക് ഇൻ കഴിഞ്ഞു. നമുക്ക് നോർമൽ പോലെ ഇമിഗ്രേഷൻ, പിന്നെ വേറൊരു സൈഡിൽ ബാഗേജിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളും, ലഗേജിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിരുന്നു. ഞാൻ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി. അപ്പോൾ അവിടെ പറയുമ്പോൾ ഡ്യൂട്ടി ഫ്രീ സാധനങ്ങൾ, വെള്ളം, ഭക്ഷണം ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാ ഷോപ്സും ഡ്യൂട്ടി ഫ്രീക്കകത്ത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പം ഞാനിത് നേരത്തെ അറിഞ്ഞിരുന്നത് കൊണ്ട്, ഇതുപോലെ ട്രാവൽ ചെയ്ത ഒരാളെന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നത് കൊണ്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ, അതായത് ഭക്ഷണം, വെള്ളം എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരുന്നു. ഒരു ചെറിയ കവറിനകത്താക്കി. അപ്പം നമുക്കത് ക്യാരി ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ കവറിനകത്താക്കി നമുക്കത് ക്യാരി ചെയ്യാം. അപ്പം ഞാൻ ഫ്ലൈറ്റിനകത്ത് വെള്ളം ഇനി ദാഹിക്കുവാണെങ്കിൽ വെള്ളം കുടിക്കണോ വേണ്ടയോ, അപ്പോൾ ഞാൻ മാക്സിമം എല്ലാം അവോയ്ഡ് ചെയ്യുക ചെയ്തു. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ എയർപോർട്ടിൽ എന്തായാലും വാഷ്റൂം യൂസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പക്ഷേ മാക്സിമം എയർപോർട്ടിൽ ആയാലും ഫ്ലൈറ്റിലായാലും മാക്സിമം വാഷ്റൂം യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അഥവാ വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ഭക്ഷണവും കഴിക്കാനും വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ വളരെ കുറച്ച് ഭക്ഷണമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെള്ളമായാലും 1 ഗ്ലാസ് എങ്ങാണ്ടാണ് ഞാൻ രാവിലെ തൊട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ 3 hours മുമ്പ് നമുക്ക് നോർമൽ ചെക്ക് ഇൻ ടൈം വരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഒരു 5 hours മുൻപെങ്കിലും എത്തണം എന്നായിരുന്നു. കാരണം ഒന്നാമത് നമുക്ക് കംപ്ലീറ്റ് റോഡിലൊക്കെ ചെക്കിങ് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 4 to 5 hours മുൻപ് ഞാൻ എയർപോർട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഫസ്റ്റ് ഫ്യൂ റോസിനകത്ത് സീറ്റ്സ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് ആദ്യം ഇറങ്ങാൻ പറ്റും. സ്പെഷ്യലി പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം, ഒരുപാട് ലേറ്റ് ആവാണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരത്തെ പോയി. അപ്പോൾ എനിക്ക് 7th row സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഭക്ഷണം, വെള്ളം എല്ലാം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ ഞാൻ എൻ്റെ കയ്യിലൊരു 5 to 6 പെയർ ഗ്ലൗസ് ഹാൻഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 5-6 മാസ്കും. അപ്പം ഞാൻ എയർപോർട്ടിൽ കയറിയ ഉടനെ തന്നെ N95 മാസ്ക് ആയിരുന്നു ഇട്ടത്. N95 എന്ന് പറയുന്നത് നമുക്ക് 95% എന്താ പറയുക പ്രൊട്ടക്ഷൻ തരുന്ന മാസ്കാണ് സർജിക്കൽ മാസ്കിന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ, ആരെങ്കിലും തുമ്മോ അല്ലെങ്കിൽ ചുമക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ N95 കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ ഷീൽഡും, ഫേസിൽ ഷീൽഡും എല്ലാം വെച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ് പറയുന്നത്, നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പം ഞാൻ ആക്ച്വലി N95 ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഒരു കവറോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്ലൈറ്റിൽ കയറുന്നേക്കാളും മുമ്പ്
ഇടാമെന്ന് ഓർത്തായിരുന്നു. പക്ഷെ പിന്നെ എനിക്കത് ഭയങ്കര വലുതായിരുന്നു. ഞാൻ നടക്കുമ്പോൾ തെന്നിയാലോ അങ്ങനെ താഴേക്ക് പോയാലോ എന്നൊക്കെ ഓർത്ത് എനിക്കൊരു കൺഫ്യൂഷൻ കാരണം ഞാൻ കവറോൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ എയർപോർട്ടിൽ വാഷ്റൂം യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇട്ടിരുന്ന ഗ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തും പോയി ടച്ച് ചെയ്യുമല്ലോ നമ്മൾ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ വാഷ്റൂമിൽ പോകുമ്പോഴും എൻ്റെ ഗ്ലൗസ് കൈ നന്നായിട്ട് കഴുകി തുടച്ച് ഒന്ന് സാനിറ്റൈസറൊക്കെ ഇട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഓരോ പ്രാവശ്യം എൻ്റെ ഗ്ലൗസ് ചേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് ഒരു 5 പെയർ ഗ്ലൗസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വന്നു ആക്ച്വലി. കാരണം ഇപ്പം എനിക്ക് തോന്നുവാണ് ഓക്കെ എനിക്ക് അതൊന്ന് മാറ്റണം എന്ന് തോന്നിയ സമയത്തൊക്കെ ഞാൻ ഗ്ലൗസ് ചേഞ്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ N95 മാസ്കാണ് എയർപോർട്ടിൽ വരുന്ന വരെ ഞാനൊരു സർജിക്കൽ മാസ്ക് വെച്ചു. എയർപോർട്ടിൽ കയറി കഴിഞ്ഞ് ഞാനത് ട്രാഷ് ചെയ്തിട്ട് ഞാനൊരു N95 മാസ്ക് വെച്ചു. അതുപോലെ ഫ്ലൈറ്റിനകത്ത് വാഷ്റൂം യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ എന്താ പറയുക, ഞാൻ ഇരുന്ന സീറ്റിൽ നിന്ന് എണീറ്റിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആൾക്കാരുമായിട്ടുള്ള കോൺടാക്റ്റ് മാക്സിമം ഒഴിവാക്കുക. ലൈക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഓക്കെ ഫൈൻ എന്തെങ്കിലും പറയുന്നത് നോക്കി അതിൽ നമ്മൾ മാക്സിമം ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഒഴിവാക്കുക. ഞാൻ ഇരുന്ന സീറ്റുകളിലെല്ലാം സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഞാൻ ഇരുന്നത്. ഒരു ഫ്ലൈറ്റിൽ കയറിയാൽ നമ്മുടെ ഹാൻഡിൽ വെക്കുന്ന ഹാൻഡ് റെയിൽ ഉണ്ടല്ലോ, കൈ വെക്കുന്ന ആ സ്ഥലം എന്ന് പറയുന്നത്, അപ്പോൾ അത് ഞാൻ സാനിറ്റൈസറൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പം ഞാൻ എക്സ് ക്യാബിൻ ക്രൂ ആണ്. ഞാൻ നേരത്തെ എയർ ഹോസ്റ്റലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് 10 years. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റിലെ ലിമിറ്റേഷൻസ് നന്നായിട്ട് അറിയാം. ഫ്ലൈറ്റിലെ വാഷ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു എന്താ പറയുക ക്ലീനിങ്ങിനും ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആക്ച്വലി. ഇപ്പോൾ ക്ലീനേഴ്സിനായാലും നമ്മൾ മാക്സിമം ചെയ്യേണ്ട ഒരു കാര്യം, ഫ്ലൈറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഒഴിവാക്കുക. നമ്മൾ ഇരിക്കുന്ന സീറ്റ്, ഹാൻഡ് റെയിൽ, നമ്മൾ തൊടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതായത് നമ്മുടെ ട്രേ ടേബിൾ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും തുറന്ന് വെച്ച് നമുക്ക് എഴുതാം. ഒക്കെ നമുക്ക് ഫ്ലൈറ്റ് 2-3 ഫോംസ് കിട്ടും, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പം നമ്മൾ ഈ സമയത്തെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സാനിറ്റൈസർ നിങ്ങൾ ഹാൻഡ് ആയിട്ട് വെക്കുക. സാനിറ്റൈസർ അകത്ത് കയറ്റാനായിട്ട് നമുക്ക് അനുവാദമുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം ഒരു വലിയ ബോട്ടിൽ ഞാൻ സാനിറ്റൈസർ നിറച്ചായിരുന്നു കംപ്ലീറ്റ്, സ്പ്രേ ചെയ്തെടുക്കാൻ പാകത്തിൽ. ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ആരോടും ചോദിക്കാൻ പോയില്ല. ഒരു 2 പാക്കറ്റ് വെറ്റ് ടിഷ്യൂം ഞാൻ 2-3 പാക്കറ്റ് ഈ ചെറിയ പാക്കറ്റ്സ് ടിഷ്യൂ വരുമല്ലോ, അപ്പം ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡി ആയിട്ട്. അതിപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെന്ന് എന്തെങ്കിലും ഇരിക്കുന്ന സ്ഥലം ഒന്ന് തുടക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്രൂവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ലോ, ടിഷ്യൂ തരാമോ, നമുക്ക് അതിനുവേണ്ടി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ വാഷ്റൂമിൽ എയർപോർട്ടിൽ യൂസ് ചെയ്തപ്പോഴും ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ടിഷ്യൂ എടുത്ത് ഞാൻ സാനിറ്റൈസർ വെച്ച് നമ്മുടെ സീറ്റ് ഇരിക്കുന്ന സ്ഥലം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അത് നമ്മൾ അതിൽ മുട്ടിച്ച് ഇരിക്കാതിരിക്കുക. ഇപ്പം നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനി അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഇരുന്നേ പറ്റുമെന്ന് നമ്മൾ ആ സാനിറ്റൈസർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ടിഷ്യൂ ഒക്കെ ഇട്ടൊന്ന് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എയർപോർട്ടിൽ. അതിൽ പിന്നെ ഫ്ലൈറ്റിൽ മാക്സിമം എല്ലാ കോൺടാക്ട്സും ഒഴിവാക്കുക, മാക്സിമം കോൺടാക്ട്സ് ഒഴിവാക്കുക. ഓക്കെ, നമുക്ക് ഫ്ലൈറ്റിലായാലും ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസ് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഹാൻഡ് ബാഗേജ് ഏറ്റവും കുറച്ചെടുക്കാൻ ട്രൈ ചെയ്യുക. എൻ്റെ കയ്യിൽ ഒരു കൊച്ചു ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഹാൻഡ് ബാഗേജ്, ലൈക്ക് നമ്മുടെ ഈ വാനിറ്റി എന്നൊക്കെ പറയത്തില്ല അത്. അപ്പോൾ ഞാൻ ചെറിയ ബാഗേജ് 4-5 കിലോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചിട്ട് എനിക്ക് 20 kg 18 kg പ്ലസ് ഈ ഒരു 4-5 kg ആയിരുന്നു. അപ്പം ഞാൻ ഈ 25 kg അലവൻസും ഹാൻഡ് ബാഗേജ് 7 kg ആയിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ രണ്ടും ഓക്കെ ആയിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗേജും കൂടി എന്താ പറയുക ഞാൻ ലഗേജിലിട്ടു. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഹാൻഡ് ട്രാക്കിൽ എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ട്രാവൽ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ ഞാൻ എടുത്തു. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതിനേക്കാളും മുൻപ് നമുക്ക് എന്താ പറയുക ഒരു 3 ഫോംസ് നമുക്ക് കിട്ടും. ഈ 3 ഫോംസ് എന്ന് പറഞ്ഞാൽ ഒന്നൊരു സത്യവാങ്മൂലം, ഞാൻ കാണിച്ച ഒരു മിനിറ്റ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഒന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫോം എന്ന് പറയുന്നത് ഒരു സത്യവാങ്മൂലമാണ്. പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ടു ബി ഫിൽഡ് ബൈ ഓൾ ഇന്റർനാഷണൽ പാസഞ്ചേഴ്സ് ടു ബി പ്രസന്റഡ് അറ്റ് ദി ഹെൽത്ത് ആൻഡ് ഇമിഗ്രേഷൻ കൗണ്ടർ. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇമിഗ്രേഷൻ കൗണ്ടറിൽ വരുമ്പോൾ കാണിക്കാനുള്ള കുറച്ച് ഫോംസ്, 2 ഫോംസ് ഉണ്ട്. സെയിം ഫോം തന്നെ 2 കോപ്പി, പിന്നെ നമുക്കൊരു സത്യവാങ്മൂലം. അപ്പം നമ്മുടെ ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോമിനകത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ പാസഞ്ചർ പേര്, സീറ്റ് നമ്പർ, ഫ്ലൈറ്റ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, നാഷണാലിറ്റി, ഏജ്, ഡേറ്റ് ഓഫ് അറൈവൽ, പിന്നെ നമ്മൾ എവിടെ നിന്നാണ് ട്രാവൽ ചെയ്ത് പോർട്ട് ഓഫ് ഒറിജിൻ ഓഫ് ജേർണി, പിന്നെ പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ,
പിന്നെ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ ഹൗസ് ഡീറ്റെയിൽസ് ലൈക്ക് സ്ട്രീറ്റ്, വില്ലേജ്, ഡിസ്ട്രിക്ട്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, റെസിഡന്റ് നമ്പർ, മൊബൈൽ നമ്പർ, നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു നമ്പറും കൂടെ, പിന്നെ അത് കൂടാതെ ഒരു ഇമെയിൽ ID. അതിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 28 ഡേയ്സിനകത്ത് നമ്മൾ ഏതെങ്കിലും സിറ്റി, കൺട്രി ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു. അപ്പം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായില്ല, അപ്പം ഞാൻ I did not visit any എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ നമുക്കുള്ളത് ഡു യു presently have any of the following symptoms like fever, കഫ്, റെസ്പിറേറ്ററി, അതായത് ശ്വാസബന്ധമായ പ്രശ്നങ്ങൾ. അപ്പോൾ ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെയും നമ്മുടെ കൂടെയുള്ളവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി മാത്രം തരുന്ന ഒരു കാര്യമാണ്. നമ്മളിതിനകത്ത് നുണ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കേരള ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് എവ്രിബഡി ഹൂസ് ട്രാവലിംഗ് ടു ഇന്ത്യ, ഹൂസ് ട്രാവലിംഗ് ടു കേരള. ദ ഡൂയിങ് റിയലി വെൽ. ഞാൻ കൊച്ചിയിലെത്തിക്കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഇത് കഴിഞ്ഞ് ഞാൻ പറയാം. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ, അതിന് മുൻപായിട്ട് നമുക്ക് എന്തെങ്കിലും ഡയബറ്റീസോ അല്ലെ ബ്രോങ്കിയൽ, ആസ്മ, ക്യാൻസർ, അപ്പം നമ്മൾ എന്തിനെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഉണ്ടോ? അപ്പം നമുക്ക് ഇപ്പോൾ പ്രഗ്നന്റ് ലേഡീസിനാണെങ്കിൽ ഇപ്പോൾ ഈ ചെറിയ രീതിയിൽ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ കാണും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ സത്യവാങ്മൂലം എന്ന് പറയുന്നത് അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അത് എൻ്റെ പേര് അശ്വതി എന്ന് ഞാൻ ഇന്ന് മുതൽ 14 ദിവസത്തേക്ക് ഹോം ക്വാറന്റൈൻ ആയി ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിലൊരു 6-7 പോയിന്റ്സ് ഉണ്ട്. ഈ സമയത്ത് പാലിക്കേണ്ടതും അനുസരിക്കേണ്ടതും ആയ എല്ലാ നിർദ്ദേശങ്ങളും ആരോഗ്യ പ്രവർത്തകർ മുഖേന ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തിയ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള നിങ്ങൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ, പിന്നെ ഇതിനകത്ത് പറയുന്നത് മെയിൻ കാര്യം, നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലും ജില്ലാ കൺട്രോൾ റൂം, അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു കോവിഡ് ഡിസ്ട്രിക്ട് കൺട്രോൾ റൂം കാണും. അതിൽ നമ്മൾ വിളിച്ച് ഇൻഫോം ചെയ്യണം നമ്മൾ വന്ന കാര്യം. നമ്മൾ ഏത് സമയത്താണോ എത്തി നമ്മൾ അപ്പം തന്നെ വിളിക്കണം, നമ്മുടെ കേരള നമ്പർ വെച്ചിട്ട്. പിന്നെ ഉള്ളത് ഈ 14 ദിവസം ഞാൻ പുറത്തു പോകാതെ എൻ്റെ താമസ സ്ഥലത്ത് സ്വയം നിരീക്ഷണത്തിന് വേണ്ട എല്ലാ മുൻകരുതലും പാലിച്ചു കഴിയുന്നതാണ്. പിന്നെ എനിക്ക് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പക്ഷം ഞാൻ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലും ജില്ലാ കൺട്രോൾ റൂമിലും ഫോൺ മുഖേന അറിയിക്കുന്നതാണ്. എൻ്റെ ആരോഗ്യാവസ്ഥ അന്വേഷിക്കുന്നതിനായി ഫോൺ വഴിയോ നേരിട്ട് ബന്ധപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് പൂർണ്ണ വിവരങ്ങൾ നൽകി ഞാൻ സഹകരിക്കുന്നതാണ്. നമ്മുടെ സത്യവാങ്മൂലം നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. ഇന്ന് മുതൽ 14 ദിവസവും 1 മീറ്റർ അകലം എല്ലാവരുമായി പാലിക്കുന്നതാണ്. ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർ റൂമിന് ഡോർ ലോക്ക് ചെയ്ത് അതിനകത്ത് തന്നെ ഇരിക്കണം, നമ്മൾ പുറത്തു പോകാൻ പാടില്ല. ഇപ്പം ഇന്ന് എൻ്റെ 3rd ഡേ ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ റൂമിന് പുറത്ത് പോവുകയോ ആക്ച്വലി ഞാൻ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാനൊരു സർജിക്കൽ മാസ്ക് വെക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഞാൻ ചെയ്യുന്നത്, ഇപ്പം ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ തൊടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹാൻഡി ആയിട്ടൊരു ഗ്ലൗസും വെച്ചിട്ടുണ്ട്. ഈ ഗ്ലൗസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ഗ്ലാസ്സോ പ്ലേറ്റോ, ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസും പ്ലേറ്റുമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഞാൻ ഇതാണ് യൂസ് ചെയ്യേണ്ടത്, ഡിസ്പോസിബിൾ ഗ്ലാസ് ആൻഡ് പ്ലേറ്റ്. നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്യുക, എല്ലാ ഡിസ്പോസിബിൾ സാധനങ്ങളും റൂമിൽ വെച്ച് റെഡിയാക്കാനായിട്ട്. നമ്മൾ റൂമിൽ കയറി കഴിഞ്ഞ് അവർ റൂമിനകത്ത് വരാനായിട്ട് ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡയറക്റ്റ് എന്തെങ്കിലും എടുക്കാനായിട്ട് അവസ്ഥ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മുടെയും നമ്മുടെ വീട്ടുകാരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഉള്ള പോയിന്റ്, ഒരു മിനിറ്റ്, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായ നടപടികൾ ഉണ്ടായാൽ സമൂഹത്തിനെ ബാധിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഉത്തമ പൗരൻ എന്ന നിലയിൽ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടത് എൻ്റെ കർത്തവ്യം ആണ് എന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. ഞാൻ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കൈകൾ വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുന്നതും എൻ്റെ വീട്ടിലുള്ള മറ്റംഗങ്ങളെ കൈ കഴുകാൻ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫില്ല് ചെയ്യേണ്ട, നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഫ്ലൈറ്റിൽ തന്നെ തരും. നമ്മൾ അതിൻ്റെ ഒരു സിഗ്നേച്ചർ നമ്മൾ ഇടണം, ഇത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്തു. അപ്പം നമ്മൾ ഇത് ഫ്ലൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് നമ്മൾ പോകണം. ഫില്ല് ചെയ്ത ഫോംസ് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾക്ക് സാനിറ്റൈസർ തരും. അപ്പോൾ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തും ഫ്ലൈറ്റിലുള്ള ക്രൂ നമുക്ക് സാനിറ്റൈസർ തന്നിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കൈ ക്ലീൻ ചെയ്തു. അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞും സെയിം പ്രൊസീജിയർ. നമുക്ക് ഫസ്റ്റ് തരുന്നത് സാനിറ്റൈസർ നമ്മൾ ക്ലീൻ ചെയ്യും. നമ്മൾ എയറോ ബ്രിഡ്ജ്, നമ്മൾ ഫ്ലൈറ്റ് നിർത്തുമ്പോൾ നമുക്കൊരു ഇത് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് മുട്ടിക്കുമല്ലോ ഇറങ്ങാനായിട്ട്. അപ്പോൾ അതാണ് എയറോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ എയറോ ബ്രിഡ്ജിലായാലും 10 പേരെ അതായത് 10 റോ വെച്ചായിരുന്നു കേട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ഞങ്ങളൊരു 5 റോസ് ഇറങ്ങി,
പിന്നെ നെക്സ്റ്റ് 5 റോസ്, അതുപോലെ കയറ്റുമ്പോഴായാലും അവരൊരു 10 റോസ് വെച്ചായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് 5 റോസ് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങി എയറോ ബ്രിഡ്ജിൽ നിന്ന് നമ്മൾ എയർപോർട്ടിലേക്ക് കയറുന്ന അവിടെ ഇതുപോലെ തെർമൽ സ്ക്രീനിങ് ഉണ്ടായിരുന്നു. തെർമൽ സ്ക്രീനിങ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നു. ലൈക്ക് 2-3 മീറ്റർ അകലത്തിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എയർപോർട്ട് വിജനമായി കിടക്കുമായിരിക്കും, 3-4 പേരെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊന്നുമല്ല. എയർപോർട്ടിൽ കംപ്ലീറ്റ് സെക്യൂരിറ്റിയാണ്, ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റിയാണ്. നമ്മൾ പോകുന്ന ഓരോ വഴിയിലും നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. തെർമൽ സ്കാനിങ് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്തു ഇമിഗ്രേഷനിലേക്ക് പോകാനായിട്ട്. ഇമിഗ്രേഷനിലായാലും നമ്മൾ ഒരു 2 മീറ്റർ അകലം പാലിച്ച് വേണം നമ്മൾ നിൽക്കാൻ. നമുക്കൊരു ലൈൻ ഉണ്ട്, ലൈനിന് പുറത്ത് നിൽക്കണം. കാരണം ഇമിഗ്രേഷൻ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സിൻ്റെ കൂടെ സേഫ്റ്റി നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ സേഫ്റ്റി, കാരണം അവരും ഒരുപാട് ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ പാസ്പോർട്ട് വാങ്ങിക്കും, സംസാരിക്കും. എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്ക് വെച്ച് മാത്രമേ നിങ്ങൾ പുറത്തിറങ്ങാവുള്ളൂ. അപ്പോൾ ഞാൻ N95 മാസ്ക് തന്നെയായിരുന്നു വെച്ചിരുന്നത്. N95 മാസ്ക് ഞാൻ മാറ്റിയത് എയർപോർട്ടിന് പുറത്തിറങ്ങി ഞാൻ കാറിലേക്ക് കയറുമ്പോൾ അത് ഞാൻ എൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് ഡിസ്പോസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ സാനിറ്റൈസർ ഇട്ട് കൈ ഒന്നാക്കിയിട്ട് എടുത്ത് നമ്മൾ ഡിസ്പോസ് ചെയ്യുക. അതുപോലെ ഗ്ലൗസ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ കാറിൽ കയറുമ്പോൾ ഞാനൊരു സർജിക്കൽ മാസ്ക് വെച്ചു. അപ്പോൾ ഇമിഗ്രേഷനിൽ വന്നു. അപ്പോൾ ഇമിഗ്രേഷൻ ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഞാൻ പറഞ്ഞില്ലായിരുന്നു, സെൽഫ് ഡിക്ലറേഷൻ ഫോം, നമ്മുടെ വീടും അഡ്രസ്സും. അപ്പോൾ അത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. മറ്റേ ഫോം ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചു, സത്യവാങ്മൂലം. അപ്പോൾ അത് കഴിഞ്ഞു. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തു. പിന്നെ നമ്മുടെ ബാഗേജ് സ്ക്രീൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഞാൻ ഓർത്തോർത്ത് പറയേണ്ടതാണ്, ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് കേട്ടോ. അപ്പം ബാഗേജ് സ്ക്രീൻ ചെയ്തു. അപ്പോൾ അവിടെ ആൾക്കാരുണ്ട്. താഴേക്ക് പോകുന്നു. താഴേക്ക് പോയി ബാഗ് കളക്ട് ചെയ്യണം. ബാഗ് കളക്ട് ചെയ്തിട്ട് ബാഗൊക്കെ വരാൻ കുറച്ച് സമയം എടുത്തു. ആക്ച്വലി എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരു 15-20 മിനിറ്റ്സ് നമ്മൾ ബാഗ് വരാനായിട്ട് എടുത്തു. പോകുന്ന വഴിക്ക് എന്താ പറയുക, കുറേ കൗണ്ടേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഫസ്റ്റ് വന്ന കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സത്യവാങ്മൂലം മലയാളം നമ്മൾ എന്താ പറയുക സിഗ്നേച്ചർ ഇട്ടത്, ആ പേപ്പർ വാങ്ങിക്കാൻ ഒരാളോട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ പേപ്പർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും വീട്ടിലേക്കാണോ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട, അപ്പോൾ നമുക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് ആണോ പോയി, ഞാൻ പറഞ്ഞു അന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അവരൊരു പ്രീപെയ്ഡ് ടാക്സിയുടെ കൗണ്ടറുണ്ട്, പ്രീപെയ്ഡ് ടാക്സിയുടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ക്യാഷ് പേ ചെയ്ത് പ്രീപെയ്ഡ് ടാക്സി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പ്രീപെയ്ഡ് ടാക്സി ആയിരുന്നു ഞാൻ നേരത്തെ ഓപ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ പ്രീപെയ്ഡ് ടാക്സി പൈസ ക്യാഷ് പേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു തിരിച്ചു വന്നിട്ട് ഈ നമ്മുടെ പ്രീപെയ്ഡ് ടാക്സിയുടെ നമ്പർ നമുക്കൊരു ഫോമുണ്ട്, ആ ഫോമിൻ്റെ അടിയിൽ എഴുതും. ആ ഫോമിൻ്റെ അടിയിൽ അപ്പോൾ ഞാനത് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു ഫോം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ നമ്പർ എഴുതി. എനിക്ക് 2 കോപ്പി കിട്ടി ഈ ബില്ലിൻ്റെ. പിന്നെ ഒരു എക്സിറ്റ് പാസ് ഉണ്ട്, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു എക്സിറ്റ് പാസും കിട്ടി. അപ്പോൾ അതവർ എഴുതി. അത് കഴിഞ്ഞ് ഞാൻ ഇതുമായിട്ട് വേറൊരു കൗണ്ടറിൽ ചെന്നു. അപ്പോൾ അവർ വേറൊരു പേപ്പറിൽ നമ്മുടെ നമ്പറും പേരും അഡ്രസ്സും സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എഴുതി. അത് കഴിഞ്ഞ് പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അവരൊരു ഫുഡ് കൗണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കൗണ്ടർ മീൻസ് നമുക്കൊരു സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മൾ മസ്റ്റായിട്ടും എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇവർക്കറിയാം നമ്മൾ ഫ്ലൈറ്റിൽ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് ഇതുപോലെ സ്നാക്സ് ലൈക്ക് ആക്ച്വലി ഐ വാസ് വെരി ഹംഗ്രി ആ സമയത്ത്. ഒന്നാമത് പ്രഗ്നൻ്റ് ആണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. 12 o'clock ഭക്ഷണം കഴിച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7:30-8 ആയിരുന്നു. അപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കഴിക്കണോ വേണ്ടയോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഫ്ലൈറ്റിൽ കയറി വന്നതല്ലേ. അപ്പോൾ ഞാനത് എടുത്തു. അതിലൊരു ബോട്ടിൽ വെള്ളവും ഈ പറയും പോലെ ബണ്ണും ബ്രെഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്താ ടാക്സി ഇങ്ങനെ A9, A7, A6 അങ്ങനെ ഇതുണ്ടല്ലോ നമ്പേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു പുറത്തുണ്ട്. അപ്പോൾ A9ലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ A9ലേക്ക് പോയി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ആൾക്കാർ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എം ടി ഒന്നുമല്ല, നിറച്ച് പോലീസുകാരും നിറച്ച് എയർപോർട്ട് അതോറിറ്റി ആൾക്കാരും. എന്താ പറയുക, ആക്ച്വലി ഭയങ്കര സേഫാണ്. കേരള ഗവൺമെൻറ് ഈസ് ഡൂയിങ് റിയലി ഗുഡ്. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പോലീസുകാർ റിയലി ഗുഡ് എന്ന് പറഞ്ഞാൽ ദ വേ ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ദി പീപ്പിൾ ഹു കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ഇസ് എക്സലൻറ്റ് ടു ബി ഓണസ്റ്റ്. അപ്പം ഞാൻ ഇറങ്ങി.
എൻ്റെ കൗണ്ടർ A9 ആയിരുന്നു. അവിടെ ചെന്നു. അവിടെ ഇതുപോലെ 2-3 പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ടാക്സിയുടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എക്സിറ്റ് പാസ് ഞാൻ എൻ്റെ അടുത്ത് അവിടെ ഒരു പേപ്പർ ഈ കാർട്ടൂണൊക്കെ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിടാൻ പറഞ്ഞു. ഒരു ബില്ലും കൂടെ ഞാൻ ഇട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പോലീസുകാരൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, കാറ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാറ് വന്നു. അപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് പോലീസുകാരൻ പറഞ്ഞു സേഫായിട്ട് വീട്ടിലെത്തിക്കണം, പ്രഗ്നൻ്റ് ആണ്, സോ ഗോ സ്ലോ അതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി പോലീസുകാരൻ തന്നെ ഡ്രൈവർ അങ്കിൾക്ക് ഇൻഫർമേഷൻസ് കൊടുത്തു. അപ്പോൾ ഞാനും പറഞ്ഞു ചേട്ടാ പ്രഗ്നൻ്റ് ആണ്, കുറച്ച് സ്ലോ ആക്കി പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കയറിയപ്പോൾ എൻ്റെ മാസ്ക് മാറ്റി സർജിക്കൽ മാസ്ക് വെച്ചു. കാരണം നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ അതിനകത്ത് വൈറസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പോട്ടെ എന്ന് പറഞ്ഞ് സർജിക്കൽ മാസ്ക് വെച്ചു. എൻ്റെ ഗ്ലൗസ് മാറ്റി. ഗ്ലൗസ് മാറ്റുന്ന കഴിയുമ്പോൾ ഞാൻ ഗ്ലൗസ് ഊരി എൻ്റെ ഒന്നും കൂടെ സാനിറ്റൈസർ ഇട്ട് 2-3 പ്രാവശ്യം ക്ലീൻ ചെയ്തു. ഗ്ലൗസ് എടുത്തു. ഗ്ലൗസ് ഞാൻ ഒന്നും കൂടെ ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ ഗ്ലൗസ് മാറ്റിയിട്ടാണ് ബണ്ണും എന്താ പറയുക നമുക്ക് കിട്ടിയ സ്നാക്സും വെള്ളവും ഞാൻ അപ്പം തന്നെ കഴിച്ചു. കാരണം ഭയങ്കര വിശപ്പായിരുന്നു. കഴിച്ചപ്പോൾ ഭയങ്കര സമാധാനമായി. അപ്പം അങ്ങനെ ഡ്രൈവർ അങ്കിൾ ആയാലും ഭയങ്കര സേഫ് ആയിരുന്നു. ഭയങ്കര സ്ലോലി വണ്ടി ഓടിച്ചു. അപ്പോൾ നമ്മൾ ഈ ഷീൽഡ് ഇട്ട മറ്റേ ആ ഒരു വണ്ടി നിങ്ങൾ ഫോട്ടോ കണ്ട് കാണുമായിരിക്കും. ഷീൽഡൊക്കെ ഇട്ട് വണ്ടിയുടെ ഫോട്ടോസ് അല്ലേ, ലൈക്ക് എയർപോർട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ എയർപോർട്ടിന് പുറത്തായാലും ആംബുലൻസ് അതുപോലെ KSRTC ബസ്സുകൾ എല്ലാം റെഡി ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പടപടയെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ ലാൻഡ് ചെയ്തു. നമ്മളെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർ നമ്മളെ ഓരോരോ കൗണ്ടറിലേക്ക് വിട്ടു. ആരും നമ്മുടെ അടുത്തൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ ഈ മൈക്കിലൊക്കെ വെച്ചായിരുന്നു അവർ കൂടുതലും സംസാരിക്കുന്നത്. പിന്നെ ഇതൊക്കെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ സേഫായിട്ട് വീട്ടിലെത്തി. 44 കിലോമീറ്ററിൻ്റെ വീട്ടിലേക്കുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് എത്തിച്ചു. ഭയങ്കര സേഫായിട്ടായിരുന്നു വണ്ടി ഓടിച്ചത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ FB പോസ്റ്റിനകത്ത്. പ്രഗ്നൻ്റ് ലേഡീസിന് പ്രീപെയ്ഡ് ടാക്സി ബുക്ക് ചെയ്യുന്നത് സേഫാണോ? അപ്പോൾ എനിക്ക് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ് ഹോം ക്വാറന്റൈൻ ഇപ്പം എൻ്റെ 3ാമത്തെ ദിവസമാണ്. ഞാൻ എൻ്റെ പപ്പയോടും മമ്മയോടും സംസാരിക്കാൻ പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് 60+ ഒക്കെ ഏജുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് നിങ്ങൾ ഗവൺമെൻറ് തരുന്ന ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ നിൽക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്ന ആൾക്കാർ നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹോം ക്വാറന്റൈനിൽ പോകുന്നതൊന്നും ഒരു ബെറ്റർ ഓപ്ഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആക്ച്വലി അവരോട് ചോദിച്ചിരുന്നു എനിക്ക് ഹോം ക്വാറന്റൈൻ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടോ. പക്ഷെ അവർ പറഞ്ഞു പ്രഗ്നൻ്റ് ലേഡീസ് ഹൈ റിസ്കിൽ വരുന്നത് കൊണ്ട് ഹോം ക്വാറന്റൈൻ ആണ് നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞ് ഇതുപോലെ രാത്രിയായപ്പോൾ ഞാൻ നമ്മുടെ നിയറസ്റ്റ് കോവിഡ് ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമിൽ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തു. അന്ന് രാത്രി തന്നെ ഞാൻ ഒരു 11-11:30 ഞാൻ ഇൻഫോം ചെയ്തു. 24 hours നമ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലെത്തി അപ്പം തന്നെ നിങ്ങൾ വീട്ടിലെത്തി ഇന്ന സമയത്തെത്തി. അപ്പോൾ നമ്മൾ സേഫ് ആയിരുന്നു ട്രാവൽ നമ്മൾ വിളിച്ച് പറയണം. പിന്നെ ആരോഗ്യ വകുപ്പിൽ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മുടെ നിയറസ്റ്റ് നമ്മൾ ഏത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കടയിലാണോ വരുന്നത് അണ്ടറിലാണോ വരുന്നത് നമ്മൾ അവരെ വിളിച്ച് ഇൻഫോം ചെയ്യണം. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് രാവിലെ കോള് വരുന്നുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ലൈക്ക് എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ വിളിക്കണം. അപ്പോൾ ഞാൻ സംസാരിച്ചു. ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ടേക്ക് കെയർ ഓഫ് ലൈക്ക് അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നും രാവിലെ ഈ കോള് വന്നിരുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഡൂയിങ് റിയലി ഗുഡ്. സോ ഇത് എല്ലാം റെഡിയാക്കിയ നമ്മുടെ കേരള ഗവൺമെൻറ്റിനും നമ്മുടെ ശൈലജ ടീച്ചർക്കും നമ്മുടെ എന്താ പറയുക ആരോഗ്യവകുപ്പിൻ്റെ നട്ടിലെന്ന് പറയുന്ന നമ്മുടെ ശൈലജ ടീച്ചർക്കും പിന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ എയർപോർട്ടിലുള്ള ഓരോരുത്തർക്കും നമ്മളെ ഫ്ലൈറ്റിൽ നമ്മളെ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ക്യാബിൻ ക്രൂവിനും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴത്തെ ഒരു കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക റിപ്ലൈ ചെയ്യുന്നതായിരിക്കും സമയം അനുസരിച്ച്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ.